ആരാ അത്? ആരാ? ആരാണെന്ന് പറയാ തുറക്കുന്ന പ്രശ്നമേ ഇല്ല. തല്ലാനാണെങ്കിൽ രാവിലെ കഴിഞ്ഞ് പോരെ. തല്ലാനും കൊല്ലാനും ഒന്നുമല്ല. നാളത്തെ ഗുസ്തിയിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ കഥ തുറക്ക്. പറയാം. നിങ്ങൾ ഫയൽമാന്റെ ആളല്ലേ? ഫയൽമാന്റെ ആളൊക്കെ തന്നെ. പക്ഷേ ഞാൻ മനസാക്ഷിയുള്ളവനാ. ഈ കല്യാണം നടക്കണം, ഗുസ്തിയിൽ നിങ്ങൾ ജയിക്കണം. അതെങ്ങനെ? എനിക്ക് വരെ നിങ്ങൾ പോയി പിടിക്കൂ? നിങ്ങൾ തന്നെ പിടിച്ചാൽ മതി, ഞാൻ ജയിപ്പിച്ചു തരാം. എനിക്കെന്ത് വരും? ഓഹോ, ഞാൻ ഗുസ്തി പിടിച്ച് മരിക്കുന്നതിന് മുമ്പ് ഉള്ളതിഞ്ഞ് പോരട്ടെ എന്നായിരിക്കും. എനിക്കിപ്പോ ഒന്നും വേണ്ട, ജയിച്ചു കഴിഞ്ഞു തന്നാ മതി. നടപ്പുള്ള കാര്യം പോലും പറയാശാനെ. നടപ്പില്ലാത്ത കാര്യങ്ങളൊന്നും ഫൽഗുനൻ ഫൽവാൻ പറയാറില്ല. ചിംഖാന അപ്പുക്കുട്ടൻപിള്ള എന്റെ കൂടെയാണ് താമസം. നാളെ ഗുസ്തിക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഞാൻ അയാൾക്ക് മയക്കുമരുന്ന് കൊടുക്കും. ഓതായിലെത്തിയാൽ തന്നെ അധിക നേരം പിടിച്ചു നിൽക്കാൻ അയാളെ കൊണ്ടാവില്ല. വന്ന ഉടനെ അയാൾ എന്നെ പിടിച്ച് മലത്തിയാലോ? നടപ്പില്ല. അപ്പൊ എന്ത് പറയുന്നു? ജയിക്കുന്നോ തോക്കുന്നോ? ആശാനെ, ഇത് നടന്നാൽ കൊള്ളാമായിരുന്നു. നടക്കും, ഞാൻ നടത്തും. നാളെ വൈകുന്നേരം ധൈര്യമായിട്ട് ഗോവയിൽ ഇറങ്ങിക്കും. ആശാനെ, സംഗതി വിജയിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് വേണമെങ്കിലും തരാം. പക്ഷെ ഒരു കാര്യം, ഈ വിവരം മറ്റാരും അറിയരുത്. പുറത്തിറങ്ങിയാൽ ആദ്യം കലങ്ങുന്നത് എന്റെ വയറല്ലേ. ധൈര്യമായിട്ടിരുന്നു, ഞാൻ ഏറ്റു. കടടച്ചേ. പാല് ഇന്നത്തെ പാല് എങ്ങനെയുണ്ട് പിള്ള ഫൈൽവാനെ? ഒരു പ്രത്യേക രുചി. അതാ പറഞ്ഞത്. ഇന്നത്തെ പാലിൽ ചില പ്രത്യേക പോഷകമൂല്യങ്ങൾ അരച്ച് ചേർത്തിട്ടുണ്ട്. ഓഹോ, എന്നാ പുറപ്പെടുകയല്ലേ? ഇനി ധൈര്യമായിട്ട് പുറപ്പെടാം. ഏത് ഫൈൽവാനാണെങ്കിലും ശരി, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ മൂട്ടില് സ്വാമി ഗ്ലാസ്. ഒന്ന് കഥ സമയായിരുന്നു. ഹലോ ബൈലോനെ, ഒന്ന് കഥ ഞാനൊരു മുണ്ടെടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ടോ? ചായ 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 ക്ലാസ്സിങ്ങെടുത്തേ. ചൂട് ചായ, ചായ നല്ല ചായ, ഹോർലിക്സ് ഉണ്ടോ? ഫസ്റ്റ് ക്ലാസ് ഉണ്ടംപൊരി ഉണ്ട്, വേണോ? ഹോർലിക്സ് നാളെ നാളെ ശുദ്ധമായ പശുമ്പാലി ചേർത്ത ചായ കൊണ്ട് പോറോ അവിടുന്ന്. പോരോ കാട്ടാവുസ്തി ചായ, പോറോ അവിടുന്ന്. ചായ 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 ചൂട് ചായ ചായ ചൂട് ചായ. ഞാൻ ചോദിച്ചപ്പോ താനല്ലേ ചായ വേണ്ടെന്ന് പറഞ്ഞേ. ഇപ്പൊ വേണമെന്ന് തോന്നി. വിളിക്കാതെ ഓടാ, നിന്നെ പോലെ പഞ്ചസാരക്ക് ഒരു സാക്രി വിടല്ലടാ ഞാൻ ചായ കൊടുക്കുന്നത്. സാക്രിന്നിട്ട് ചായ വിൽക്കുന്ന നീ ആണ്ടാ തണ്ടി. ആൾക്കാരെ പുല്ലാണടാ. ഒന്ന് പോണ അവിടുന്ന് വെള്ളം ഉണ്ടാക്കാതെ. നിന്റെ വീട്ടിലാണ് വെള്ളം ഉണ്ടാക്കാൻ. എന്റെ കസ്റ്റമറെ അവമാനിച്ചാൽ അടിച്ചു എല്ലാം എന്നാ എല്ലോടിയടാ പൊടി. ജയിലിൽ പോടാ, കൊടൽ മോലയോ ഓടിയിലെടുക്കും. എനിക്കിനി മുന്നും പിന്നും നോക്കണ്ടടാ.
ക്ഷുദ്രം ക്ഷുദ്രം എങ്ങനെ? ആഹാരത്തിൽ മായം ചേർത്തു. ആര്? ശത്രു. ശത്രു എവിടെയുണ്ട്? ശത്രു ബന്ധുപക്ഷത്ത് തന്നെ. ആരാണ് ആഹാരത്തിൽ മായം ചേർത്തത്? അമ്മയാണ്, അച്ഛനാണ്, പരദേവരാണ്, മച്ചമ്പിയാണ്, ഞാനല്ല. ഞാനാണ് മച്ചമ്പി. കഞ്ചാവ് ചേർത്ത് കൊടുത്ത മച്ചമ്പി, ബദാക്കിളക്കിയ പാലിൽ കഞ്ചാവ് ചേർത്ത് കൊടുത്ത മച്ചമ്പി, കൈവച്ചമ്പി. ഇത് പുതിയ മച്ചമ്പി, ഇത് കൈ ഒടിഞ്ഞു മച്ചമ്പി.
പോടാ. അയ്യോ മച്ചമ്പി എന്നെ കൈ മച്ചമ്പി എന്നെ പോന്നു മച്ചമ്പി എന്നെ കൈ ഒന്ന് നേരെയാക്കു മച്ചമ്പി. ഇനി പറിഞ്ഞോട്ടി പോരും. കൊടുത്തേക്ക് തിരിഞ്ഞു കടിക്കുന്ന വിഷപ്പാമ്പ്, ആമദ്രോഹി. കുട്ടമ്പിള്ളെ കട്ടാള തട്ടിക്കളയും കട്ടായം. ജയിച്ചല്ലോ ജയിച്ചല്ലോ ദിലീപ് ഫയൽമാൻ ജയിച്ചല്ലോ. വീണല്ലോ വീണല്ലോ അപ്പുക്കുട്ടൻ വീണല്ലോ. കുട്ടമ്പിള്ളെ കട്ടാള തട്ടിക്കളയും കട്ടായം. അങ്ങോട്ട് ചെല്ലേട്ടാ. അങ്ങോട്ട് ചെല്ലല്ലേ നേതാവേ, ഞങ്ങളൊക്കെ അല്ലേ ഇവിടെ ധൈര്യമായിട്ട് അവിടെയല്ലേ. ധൈര്യക്കേട് ഭയമൊന്നുമില്ല. ഞാൻ പോവാ തള്ളാതെ. ഞങ്ങളുടെ ഫയൽമാൻ ഗുസ്തിയിൽ ജയിച്ച സ്ഥിതിക്ക് ഇനി കല്യാണത്തിന് വയ്യ കൂടാ. ജയിച്ചതാണെങ്കിൽ ആരെങ്കിലും തോക്കണ്ടേ? അപ്പുകുട്ടൻ ഫയൽമാൻ ചക്ക വെട്ടിട്ടതുപോലെ വീണതോ? അത് വീണു പോയതല്ലേ, ആരും വീഴ്ചതല്ലോ. ഫൽഗുനം കുറ്റമേറ്റല്ലോ. ദേവോദരെ ഏൽപ്പിച്ച് ഫൽഗുനെ കൊണ്ട് കുറ്റം സമ്മതിപ്പിച്ചല്ലേ. അപ്പോ ജോത്സ്യത്തിൽ തെളിഞ്ഞതോ? ജോത്സ്യത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. വിശ്വസിക്കണ്ട, നേരിൽ കാണുന്നത് വിശ്വസിക്കാമല്ലോ. ചതിയും വഞ്ചനയുമില്ലാതെ മുറപ്രകാരം ശാസ്ത്രപ്രകാരം നിങ്ങളുടെ ഫയൽമാൻ എന്റെ ഫയൽമാനെ ഗോദായിൽ മലത്തട്ടെ. ആളും തീയതിയും പുറമേ അറിയിക്കും. പിടിക്കാം അല്ലെങ്കിൽ ഒഴിയാം. അത് ഞാൻ സർവശക്തി ഉപയോഗിച്ച് ഞങ്ങളുടെ ഫയൽമാൻ പിടിക്കും. കണ്ടോളാം കണ്ടോളാം കുരുക്ഷേത്രത്തിൽ കണ്ടോളാം. കണ്ടോളാം കണ്ടോളാം കുരുക്ഷേത്രത്തിൽ കണ്ടോളാം. കണ്ടോളാം കണ്ടോളാം കുരുക്ഷേത്രത്തിൽ കണ്ടോളാം. ഉടുമ്പ് മച്ചമ്പി, കുടുംബം വരുന്നുണ്ട്. ഒരു രൂപ പൊതിഞ്ഞു കൊടുത്തിട്ട് പിടിച്ചോ. എന്തൊന്നാ ഇത്? എല്ലാം പറഞ്ഞു തരാം. നിനക്ക് പരിചയമുള്ള കംപ്ലീറ്റ് പരദേവതകളെ മനസ്സിൽ ധ്യാനിച്ച് കാലുപിടി അനുഗ്രഹിക്കും മച്ചമ്പി. ആരാ എന്താ എന്നൊന്നും അറിയാതെ? ആഹാ, അപ്പൊ ഉടുമ്പ് മച്ചമ്പിക്ക് ആളെ മനസ്സിലായില്ലല്ലേ? ഈ കിടക്കുന്നതാണ് സാക്ഷാൽ ദിലീപ് ഫൈൽവാൻ. ഓ, നമ്മുടെ ജിങ്കാനെ മലർത്തിയടിച്ച. മച്ചമ്പി എന്താ അങ്ങനെ നോക്കുന്നത്? അല്ല, കണ്ടിട്ടൊരു ഫൈൽവാനാണെന്ന് തോന്നുന്നില്ലല്ലേ? കണ്ടാ തോന്നുകയല്ല. അടിതട, കളരിപ്പയറ്റ്, വടക്കം പാട്ട്, കരാട്ടെ, ഇതൊക്കെയാണ് ഫൈൽവാന്റെ പ്രധാനപ്പെട്ട നമ്പർ. പക്ഷേ ഗുസ്തിയിൽ ഒന്നുകൂടെ ഒന്ന് കലങ്ങി തെളിയാനുണ്ടോ? പിന്നെങ്ങനെയാ ജിങ്കാനെ മലർത്തിയടിച്ചത്? അത് അങ്ങനെ അങ്ങ് മലർന്നു എന്നേ ഉള്ളൂ. അവനുണ്ടല്ലോ കൊച്ചുകൂട്ടൻ, ഞൊണ്ടിക്കുട്ടൻ, അവൻ ഇനിയും ഫൈൽവാന്മാർ ഇവിടെ കൊണ്ടുവരും. ജിംഖാനയുടെ തന്ത ഫൈൽവാന്മാരെ. ഇനി ഏവനെ കൊണ്ടുവന്നാലും തൊട്ടകൈക്ക് അടിച്ച് മലർത്താനുള്ള ശേഷിയും സൂത്രങ്ങളും മച്ചമ്പി ഇദ്ദേഹത്തെ അഭ്യസിപ്പിക്കാം. ആരെ വേണോ മലർത്താം. പക്ഷേ ഞാൻ അങ്ങനെ ആരെയും ശിഷ്യന്മാരായി സ്വീകരിക്കാറില്ല. അത് പറയരുത്. ഉടുമ്പിന്റെ കാലം കഴിഞ്ഞാൽ ആ പാരമ്പര്യം നിലനിർത്താൻ ഇവിടെ മറ്റൊരു ഉടുമ്പ് വേണമെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും ഒരു ഓന്തെങ്കിലും വേണ്ടേ? അവസാന കാലത്ത് ഈശ്വരൻ നേരിട്ട് കൊണ്ടുതന്നതായ ശിഷ്യനാണെന്ന് കരുതി ഇവിടുത്തെ മനസ്സ് കംപ്ലീറ്റ് ഓപ്പൺ ചെയ്ത് ഒന്ന് അനുഗ്രഹിച്ചാട്ടെ. ഒന്ന് അനുഗ്രഹിച്ചാട്ടെ. ഇതപ്പോ വലിയ കാര്യം. ഒന്ന് അനുഗ്രഹിച്ചാട്ടെ. ഒന്ന് എഴുന്നേൽക്ക്. ഏത് വമ്പനായാലും ദേവേന്ദ്രന്റെ മകൻ കൊച്ചുപപ്പു ആയാലും അവനെ മലർത്താനുള്ള സിദ്ധിയും ശക്തിയും നിനക്ക് ഞാൻ ഉണ്ടാക്കിത്തരും. ജയ് കാളീശ്വരി. കാളീശ്വരി മോളെ, അച്ഛൻ വിളിക്കുന്നേ. കാളീശ്വരി ദേവിയാ. കാളീശ്വരി മോളെ.